ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പാകിസ്ഥാൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അതുപോലെ തന്നെ വളരെ ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാനുള്ള ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതിരിക്കുക. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോകാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ഒരു 250 ഗ്രാമോളം കേട്ടോ. അത്രയും ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ തന്നെ വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണോളം കുരുമുളക് പൊടിച്ചതുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പുമാണ് കേട്ടോ. ഇനി ഈ ഉപ്പും കുരുമുളകൊക്കെ എല്ലായിടത്തും ആ കഷ്ണങ്ങളെല്ലാം പിടിക്കുന്നത് പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നിടം വരെ ഒരു അരമണിക്കൂറത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാമേ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി, അത് ഞാനൊരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇടത്തരം ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വൃത്തിയാക്കി എടുത്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇതാ ഇപ്പോൾ നല്ലപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഞാൻ ഒരു കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ വേണ്ടത് ഒരു 2 സവാളയാണ്. അപ്പോൾ ഈ 2 സവാള നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സവാള മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി ആ സവാള ഒക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. മൂത്ത് ഒരുപാട് അങ്ങ് മൂക്കേണ്ടത് ഈ ഒരു പരുവം ഒരു നിറം മാറി വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ചിക്കനും കൂടെ ആ കൂട്ടത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണം. അങ്ങനെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ചെറിയ ഒരു സ്പൂണിന് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഞാൻ ഒരു 1/2 സ്പൂണോളം ജീരകവും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ നല്ലോണം മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതൊക്കെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ അവിടെ കപ്പലണ്ടി പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഈ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് നല്ലപോലെ തന്നെ വീണ്ടും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീയിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രീമി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റോട് കൂട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.